ഒരു വ്യക്തി തന്റെ ജീവിതത്തിൽ ഉയരങ്ങൾ കീഴടക്കുന്നുവെങ്കിൽ അതിന് പിന്നിൽ വ്യക്തിയുടെ ഭാര്യയുണ്ടാകുമെന്ന് ചാണക്യനീതിയിൽ പറഞ്ഞിട്ടുണ്ട്. നേരെ മറിച്ച് ഭാര്യയ്ക്ക് ചില മോശം സ്വഭാവമുണ്ടെങ്കിൽ വീട് നരകമാകാൻ അധികം താമസമില്ലെന്നും ചാണക്യൻ പറയുന്നു. ചാണക്യനീതി പ്രകാരം ഒരു മോശം ഭാര്യയെ എങ്ങനെ തിരിച്ചറിയാമെന്ന് നമുക്ക് നോക്കാം. ചാണക്യൻ ഒന്നാമതായി പറയുന്നത് ഭൗതിക സുഖങ്ങളെക്കുറിച്ച് മാത്രം ചിന്തിക്കുന്ന സ്ത്രീകളെ കുറിച്ചാണ്. സ്വന്തം ഭൗതിക സുഖങ്ങൾക്ക് പ്രാധാന്യം നൽകുന്ന ഒരു സ്ത്രീ തന്റെ ഭർത്താവിനോ കുടുംബത്തിനോ ഒരു പ്രാധാന്യവും നൽകില്ലെന്ന് ചാണക്യൻ പറയുന്നു. ഇത്തരം സ്ത്രീകളെ വിവാഹം കഴിക്കുന്നത് ഒട്ടും ഉചിതമല്ല. കാരണം അവർ ഒരു മായാലോകത്തിൽ മുഴുകി ജീവിക്കുന്നവരായിരിക്കും. അത്തരം സ്ത്രീകൾ മറ്റുള്ളവരെ കണക്കിലെടുക്കാതെ സ്വന്തമായി ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നവരായിരിക്കുമെന്ന് ചാണക്യൻ പറയുന്നു. ചാണക്യൻ രണ്ടാമതായി പറയുന്നത് കുട്ടികൾക്ക് നല്ല മൂല്യങ്ങൾ നൽകാത്ത സ്ത്രീകളെ കുറിച്ചാണ്. വിദ്യാഭ്യാസമില്ലാത്ത, അനാവശ്യമായി പണം ചെലവഴിക്കുന്ന, കുട്ടികൾക്ക് നല്ല മൂല്യങ്ങൾ നൽകാത്ത ഒരു സ്ത്രീ കുടുംബത്തിന് ഒട്ടും നല്ലതല്ല. ഇവർ വീടിനെ സാമ്പത്തികമായി അസ്ഥിരമാക്കുന്നു. മാത്രമല്ല, ഇത്തരം സ്ത്രീകൾ പുതിയ തലമുറയെ നല്ല രീതിയിൽ വളർത്തിയെടുക്കാതെ അവർക്ക് വലിയ ദോഷവും ചെയ്യുന്നു. കുടുംബത്തിന്റെ അവസ്ഥ കണക്കിലെടുക്കാതെ സ്ത്രീകൾ അനാവശ്യമായി പണം ചെലവഴിക്കുന്നതും കുട്ടികളെ ശ്രദ്ധിക്കാത്തതും കാരണം കുടുംബം തകരാൻ വരെ സാധ്യതയുണ്ടാകുന്നുവെന്ന് ചാണക്യൻ പറയുന്നു. ചാണക്യൻ മൂന്നാമതായി പറയുന്നത് അത്യാഗ്രഹിയായ സ്ത്രീകളെ കുറിച്ചാണ്. ദുഷ്ടയും അത്യാഗ്രഹിയുമായ ഒരു സ്ത്രീയുടെ നിഴലിൽ നിന്നു പോലും അകന്നു നിൽക്കുന്നതാണ് നല്ലതെന്ന് ചാണക്യനീതിയിൽ പറയുന്നുണ്ട്. അത്തരമൊരു സ്ത്രീയുടെ സഹവാസം നിങ്ങളെ എപ്പോൾ വേണമെങ്കിലും വലിയ കുഴപ്പത്തിലാക്കാം. അവർ കുടുംബത്തിനും ആപത്താണ്. ഇതുകൂടാതെ സ്ത്രീകൾ തങ്ങളുടെ കുടുംബകാര്യങ്ങൾ ഏതെങ്കിലും പുറത്തു നിന്നുള്ളവരുമായി പങ്കുവെക്കുവാൻ തുടങ്ങിയാൽ നിങ്ങളുടെ കുടുംബം തകർച്ചയുടെ വക്കിലാണെന്ന് മനസ്സിലാക്കുക. ചാണക്യൻ നാലാമതായി പറയുന്നത് എപ്പോഴും മറ്റുള്ളവരെ അപമാനിക്കുന്ന സ്ത്രീകളെ കുറിച്ചാണ്. ചാണക്യന്റെ അഭിപ്രായത്തിൽ ഒരു സ്ത്രീ പരുഷമായി പെരുമാറുകയും മറ്റുള്ളവരെ അപമാനിക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നുവെങ്കിൽ അത്തരമൊരു സ്ത്രീക്ക് ഒരിക്കലും കുടുംബം നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാനാവില്ല. അത്തരം സ്ത്രീകൾ ഒരിക്കലും അവരുടെ ഭർത്താവിനെയോ കുടുംബാംഗങ്ങളെയോ ബഹുമാനിക്കില്ലെന്ന് ചാണക്യൻ പറയുന്നു. അതിഥികളെ സ്വാഗതം ചെയ്യാത്ത, മുതിർന്നവരെ ബഹുമാനിക്കാത്ത ഒരു സ്ത്രീയുമായി സഹവസിക്കുന്നത് നിങ്ങളെ കുടുംബത്തിൽ നിന്നും ബന്ധുക്കളിൽ നിന്നും അകറ്റും. അത്തരമൊരു സ്ത്രീ കുടുംബത്തിന് ആപത്തും അപമാനവും വരുത്തുന്നുവെന്ന് ചാണക്യൻ പറയുന്നു. ചാണക്യൻ അഞ്ചാമതായി പറയുന്നത് മറ്റുള്ളവരെ വഞ്ചിക്കുന്ന സ്ത്രീകളെ കുറിച്ചാണ്. ചാണക്യന്റെ അഭിപ്രായത്തിൽ ആളുകളെ വഞ്ചിക്കുന്ന അല്ലെങ്കിൽ സ്വന്തം നേട്ടത്തിനായി ആരെയെങ്കിലും ഉപയോഗിക്കുന്ന സ്ത്രീകൾ ഒരിക്കലും കുടുംബത്തിൽ പ്രശ്നങ്ങൾ വരുത്തിക്കൊണ്ടേയിരിക്കുമെന്ന് ചാണക്യൻ പറയുന്നു. അത്തരം സ്ത്രീകളിൽ നിന്ന് അകലം പാലിക്കുന്നതാണ് നല്ലതെന്ന് ചാണക്യനീതിയിൽ പറയുന്നു. ചാണക്യൻ ആറാമതായി പറയുന്നത് അസത്യത്തിന്റെ പാത പിന്തുടരുന്ന സ്ത്രീകളെ കുറിച്ചാണ്. എപ്പോഴും നുണ പറയുന്ന സ്ത്രീകൾ ഭർത്താവിന് ദുരിതം സമ്മാനിക്കുന്നു. അവൾ എപ്പോഴും ഭർത്താവിനെ പ്രകോപിപ്പിക്കാൻ ശ്രമിക്കുകയും കുടുംബത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യുന്നുവെന്ന് ചാണക്യൻ പറയുന്നു. ചാണക്യ വചനങ്ങൾ സ്വീകരിക്കുന്ന ഒരു വ്യക്തിക്ക് ജീവിതത്തിൽ വിജയം സുനിശ്ചിതമാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്രദമായെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഇഷ്ടമായാൽ ലൈക്കും കമന്റും ഷെയറും ചെയ്യുക. നിങ്ങൾ ഈ വീഡിയോ കണ്ടതിന് നന്ദി. സർവ ആയുരാരോഗ്യ സൗഖ്യവും സമ്പൽ സമൃദ്ധിയും തന്ന് സർവശക്തൻ നിങ്ങളെയും കുടുംബത്തെയും അനുഗ്രഹിക്കട്ടെ.